ശ്രീ സി കെ വിദ്യാസാഗർ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയെയും കുടുംബത്തെയും പിന്നെയും പിന്നാലെ നടന്ന് മാനസികമായും അല്ലാതെയും വേട്ടയാടുന്നതിന്റെ കഥകളാണ് കത്തി പറയുന്നത്. അന്വേഷണം വേണ്ടേ ശ്രീ വിദ്യാസാഗർ? തീർച്ചയായിട്ടും വേണം. അതിനു വേണ്ടിയിട്ട് മഹേഷിൻ്റെ ആത്മഹത്യ വാർത്ത പുറത്തു വന്ന നാളുകൾ മുതൽ ഞങ്ങളെല്ലാവരും അത് സമഗ്രമായിട്ട് അന്വേഷിക്കണം. അത് വെറും ഒരു സാധാരണ രീതിയിലുള്ള ഒരു ആത്മഹത്യ അല്ല. അത് ആത്മഹത്യയുടെ മുനമ്പിലേക്ക് ആ മനുഷ്യനെ തള്ളി വിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ കരങ്ങളും അതുപോലെ വെള്ളാപ്പള്ളിയുടെ പുത്രൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ കരങ്ങളും എല്ലാം കളങ്കിതമാണ്. ആ കൈകളിലെല്ലാം അതിൻ്റെ രക്തക്കറ പുരണ്ടിട്ടുണ്ട്. അതല്ലാതെ അയാൾ പോയിട്ട് എന്തോ കണ്ട് പേടിച്ചു പോയി ആത്മഹത്യ ചെയ്തതല്ല. അയാളെ ഈ മുഴുവൻ കാര്യങ്ങളും അയാളെ കൊണ്ട് ചെയ്യിക്കുക, എന്നിട്ട് അവസാനം ഇതിൻ്റെ എല്ലാം സമ്പത്ത് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നടത്താവുന്ന കാര്യങ്ങളെല്ലാം അവരെ കൊണ്ട് ചെയ്യിക്കുക. ചെയ്യിച്ചതിന് ശേഷം ഇതിൻ്റെ എല്ലാം പഴി അയാളുടെ പുറത്തേക്ക് ചാരി വെക്കത്തക്ക വിധത്തിൽ തന്ത്രപരമായി കരുക്കളും റെക്കോർഡുകളും സൃഷ്ടിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ നിൽക്കക്കള്ളിയില്ല എന്ന ഒരു തോന്നലിലാണ് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തത്. ഞാനന്ന് പറയുകയുണ്ടായി, ഈ ശരീരത്തിൽ ബോംബ് കെട്ടിവെച്ചിട്ട് പോയിട്ട് മനുഷ്യ ബോംബായി പൊട്ടിത്തെറിക്കുന്ന ഒരു ടെക്നോളജി ഉണ്ടല്ലോ, ആ ടെക്നോളജി മഹേശന് അറിയാമല്ലാതെ പോയി. അതറിയാമായിരുന്നുവെങ്കിൽ അയാൾ അപ്രകാരം മനുഷ്യ ബോംബായിട്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിൽ പോയി ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ച് ബോംബ് പൊട്ടിച്ച് അയാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അത്രമാത്രം ആ മനുഷ്യൻ അയാൾ എഴുതി വച്ചിരിക്കുന്ന കുറിപ്പിലെ ഈ 32 പേജിൽ അത് അത്രമാത്രം ആഴത്തിൽ നമുക്ക് സ്പർശിക്കും. വിദ്യാസാഗർ, ഇനി പത്മഭൂഷൺ വെള്ളാപ്പള്ളി നമ്മൾ ബഹുമാനത്തോടുകൂടി പറയണോ? കാര്യം രാജ്യത്തെ പരമോന്നത സിവിലിയൻ പുരസ്കാരം കിട്ടിയ ഒരാൾ കൂടിയാണ്. ബഹുമാനിക്കേണ്ടി വരുമോ? അല്ല, എനിക്ക് വാസ്തവത്തിൽ ആദരണീയനായ നമ്മുടെ സിനിമാ നടൻ മമ്മൂട്ടിയോടും അതുപോലെ ഞാൻ വളരെ ആദരിക്കുന്ന എനിക്ക് ഗുരുസ്ഥാനീയനായ ജസ്റ്റിസ് കെ.ടി. തോമസ് സാറിൻ്റെ ഒക്കെ അവസ്ഥ, ഇദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ ഇങ്ങനെ ഇത് മേടിക്കാനായിട്ട് ഈ പത്മഭൂഷൺ ബഹുമതി സ്വീകരിക്കാൻ വേണ്ടി നിൽക്കേണ്ടി വന്ന അവസ്ഥയോർത്തപ്പോൾ വാസ്തവത്തിൽ എനിക്ക് ഒരു വിഷമം തോന്നി മനസ്സിൽ എവിടെയോ. കാരണം ഇത് ഇത്തരക്കാർക്ക് കൊടുക്കാനുള്ളതാണ് ഈ പത്മഭൂഷൺ എങ്കിൽ ഇത് വലിയ കഷ്ടമാണല്ലോ ഇതിനോടൊപ്പം പോയി നിന്ന് മേടിക്കേണ്ടി വന്നത് എന്ന് എനിക്ക് വാസ്തവത്തിൽ മനസ്സിലൊരു ഫീലിംഗ് ഉണ്ടായി. ജസ്റ്റിസ് കെ.ടി. തോമസ് ഞാനൊക്കെ ജൂനിയർ വക്കീലായിട്ട് കോട്ടയത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു റോൾ മോഡലാണ് ബാറിലെ അദ്ദേഹം. ഞങ്ങളുടെയൊക്കെ ഒരു വളരെ ആദരണീയനായ ഒരു സീനിയറായ ഏറ്റവും തിരക്കുള്ള ബാറിലെ ഒരു അഭിഭാഷകനും ഞങ്ങൾക്കൊക്കെ നല്ല ഉപദേശങ്ങൾ തരുന്ന ഒരു സീനിയർ ലോയറും കൂടിയായിരുന്നു. അദ്ദേഹം സുപ്രീം കോടതി വരെ വളർന്ന് വലിയ ആൽവൃക്ഷമായി വളരെ നിർണായകങ്ങളായ ഒരുപിടി നല്ല തീരുമാനങ്ങളും നല്ല ന്യായാധിപനെന്ന് പേരെടുത്ത ഒരു മഹൽ വ്യക്തി. അദ്ദേഹത്തിന് ഈ 125 150 ക്രിമിനൽ കേസിൽ പേര് ചേർക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ്റെ കൂടത്തിൽ പോയി നിന്ന് ഇത് മേടിക്കേണ്ട വന്നല്ലോ എന്ന് എനിക്കൊരു ദുഃഖം തോന്നി പറയുകയാണ് സാന്ദർഭികമായിട്ട്. ഷാവ് പ്രസാദ്, ഇന്നലെയാണ് രാജ്യത്തിന്റെ പരമോന്നത പുരസ്കാരം വെള്ളാപ്പള്ളി ഏറ്റുവാങ്ങുന്നത്. ആ പുരസ്കാരങ്ങൾ കാശ് കൊടുത്ത് വാങ്ങുന്നതാണ് എന്ന് ആ പുരസ്കാരങ്ങളെ അധിക്ഷേപിക്കുക വഴി രാജ്യത്തെ അധിക്ഷേപിച്ച ആളാണ് ഇദ്ദേഹം. അതും പോരാഞ്ഞ് ഇത്രയധികം കേസുകൾ. ഈ കേസുകളൊക്കെ എന്താണ്? ഏതെങ്കിലും കാശുകാരൻ്റെ പണം അടിച്ചു മാറ്റി എന്നുള്ളതല്ല. പാവങ്ങളിൽ പാവങ്ങളായ സാധു സ്ത്രീകളായ ഈഴവരെ പറ്റിച്ച അത്രയധികം FIR ഉണ്ട്. അത് അദ്ദേഹം തെറ്റുകാരനാണോ അല്ലെങ്കിൽ കോടതി പറയട്ടെ, പക്ഷെ അത് പ്രതിയാണ്. അത്രയും കേസുകളിൽ ഉള്ള പ്രതിക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ടാവില്ലേ ആ പരമോന്നത പുരസ്കാരം? യഥാർത്ഥത്തിൽ ആ പുരസ്കാരത്തിനെ അപമാനിക്കലായിരുന്നില്ലേ ശ്രീ ഷാബു ആ ചെയ്ത്ത്? ഞാൻ ഹാഷ്മി പറഞ്ഞതിനോടും ഇതിനു മുമ്പ് ബഹുമാനപ്പെട്ട വിദ്യാസാഗർ പറഞ്ഞതിനോടും ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. കാര്യം എനിക്ക് ഈ വെള്ളാപ്പള്ളിയെ പോലൊരു മനുഷ്യന് പത്മഭൂഷൺ കൊടുത്തതിൻ്റെ അകത്ത് വളരെ ആത്മാർത്ഥമായ ശക്തമായ വിമർശനമുണ്ട്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ച തന്നെയാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഹാഷ്മി, ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പറയുകയാണത്.
ഇനിയിപ്പം കാര്യം എനിക്കത് തുറന്നു പറയാൻ പറ്റും. അതെ. ഇനി ഇതിൻ്റെ പേരിൽ വേറെന്തെങ്കിലും എന്ത് വിമർശനം ഉണ്ടായാലും എനിക്കത് പ്രശ്നമില്ല. പക്ഷേ അതൊരു വാസ്തവമാണ്. അതേപോലെ തന്നെ ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്പിനാരായണന് ഇതേപോലെ അവാർഡ് കൊടുത്തപ്പോഴും എൻ്റെ നിലപാട് ഇത് തന്നെയായിരുന്നു. എനിക്കതിൻ്റെ അകത്ത് ശക്തമായ വിമർശനമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.